Hello friends, welcome to Asha's Creations. നല്ലൊരു പായസമാണ് ഇന്നത്തെ റെസിപ്പി. പായസമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ചെറുപയർ പരിപ്പ് പായസമാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 250 ഗ്രാം ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി വെള്ളം വാലാനായിട്ട് വച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കിലോ ശർക്കരയാണ്. ശർക്കര ഉരുക്കി അരിച്ചെടുക്കണം. ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇനി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ റൈസിൻസ് ഇട്ട് കൊടുത്ത് വറുത്ത് കോരാം. ദേ ഉണക്കമുന്തിരിയൊക്കെ നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇനി ആ നെയ്യിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അത് നല്ല കളർ ചേഞ്ചായി വരുമ്പോൾ കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് വറുത്ത് കോരാവുന്നതാണ്. ഇവിടെ കുട്ടികൾക്ക് തേങ്ങാക്കൊത്ത് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പായസത്തിൽ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഡ്രൈൻ ചെയ്യാൻ വെച്ച ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആവുന്നവരെ വറുത്തെടുക്കാം. പരിപ്പിലേക്ക് നെയ്യ് നല്ലപോലെ പിടിക്കുകയും അതുപോലെ പരിപ്പ് വിട്ട് കിടക്കുന്ന പരിഭവമാവും ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കളർ ഒരുപാട് ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതൊരു പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിവിടെ പരിപ്പ് 250 ml ആണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഒരു 500 ml വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു 2-3 വിസിലടുപ്പിക്കാം. ഞാനിവിടെ 3 വിസിലാണ് അടുപ്പിച്ചത്. അപ്പോഴേക്കും നല്ലപോലെ പരിപ്പ് വെന്തിട്ടുണ്ട്. അതുപോലെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഈ പരിപ്പിന് നല്ലൊരു മണമുണ്ട്. ഇനി പായസത്തിന് ആവശ്യമായിട്ടുള്ളത് 3 കപ്പ് രണ്ടാം പാലും 2 കപ്പ് ഒന്നാം പാലും 2 കപ്പ് ശർക്കരപ്പാനിയുമാണ്. ഒരു തേങ്ങ പിഴിഞ്ഞാണ് ഈ പാലെടുത്തിരിക്കുന്നത്. ഇനി വേവിച്ച് വെച്ച ചെറുപയർ പരിപ്പ് ഒരു കടായിലിട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 3 കപ്പ് രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് എന്ന് പറഞ്ഞത് 250 ml ആണ്. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരണം. സാധാരണയായിട്ട് പായസമൊക്കെ ഉരുളിയിലാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉരുളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ കടായി എടുത്തത്. ഇതിപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ ഈ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതായത് ഈ ശർക്കരപ്പാനിയും ഈ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലും വറ്റി ഒരു 1/3 കുറയണം. ഇനി ഇതിലേക്ക് കട്ടി കൂടിയ തേങ്ങാപ്പാൽ 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 3 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതാണ്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്ത് പൊടിച്ച ഏലക്കയും ജീരകവും ഒക്കെ ഇട്ടതോടുകൂടി കിച്ചൺ നിറച്ചൊരു പായസത്തിൻ്റെ മണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏലക്കയും ജീരകവും ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക സമയം തിളപ്പിക്കരുത്. തിള കയറി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. അതായത് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും റൈസിൻസൊക്കെ ഇട്ട് കൊടുക്കാം.
ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കും പോലെയാണ് തോന്നുന്നത്, പക്ഷെ അത് തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. പായസമൊക്കെ തണുത്ത് കഴിയുമ്പോൾ കുടിക്കാനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇതിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ച റൈസിൻസൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നു എന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.